ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന നമ്മുടെ +2ത്തെ ഫസ്റ്റ് ചാപ്റ്ററാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ റേ ഓപ്റ്റിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റായിട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ വേ ഓപ്റ്റിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. ഇനി ശരിക്കും എടുക്കാനുള്ള ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, പിന്നെ ആറ്റംസ്, ന്യൂക്ലിയൈ, സെമി കണ്ടക്ടേഴ്സാണ്. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ ഈ +2കാർക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ ഓണം എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ മുതൽ വേഗം തന്നെ നമ്മുടെ 5 ചാപ്റ്റർ വേഗം തന്നെ നമ്മൾ നമ്മുടെ ചാനൽ വേഗം തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിന്ന് ഇവിടെ ആദ്യം തന്നെ നമ്മുടെ റേ ഓപ്റ്റിക്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിലേക്ക്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷനാണ്. അതായത് എന്തുകൊണ്ട് ഈ ചാപ്റ്റർ വന്നു, എന്തിനാണ് ഈ ചാപ്റ്ററിലുള്ള ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ഡെറിവേഷൻ ഒന്നും പഠിക്കാൻ പോകില്ല, പക്ഷേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഇൻട്രഡക്ഷൻ പോലെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നു, ഇവിടെ പഠിക്കാൻ പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ നമുക്കിവിടെ ആദ്യം തന്നെ ഉള്ളത് എന്താണ് ചാർജ് എന്നാണ്. ഓക്കെ, സോ വെൽക്കം ടു ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ചാർജുകളെക്കുറിച്ചും പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും പഠിക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ പഠിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചാർജ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ അതിനു വേണ്ടി എൻ്റെ ഹൈലൈറ്റർ എടുക്കുന്നു. ഈ ബ്ലൂ കളർ, ഓക്കെ, മഞ്ഞ കളർ എന്നോടെ. ഓക്കെ, സോ വാട്ട് ഈസ് എ ചാർജ്? എന്താണ് ചാർജ് എന്നുള്ളത്? ഓക്കെ, ചാർജ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ചാർജ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ദാറ്റ് കോസസ് ടു എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ചാർജ് എന്നുള്ളത് മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഫോഴ്സ്, അതായത് ഇപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ് വിചാരിച്ചോ, ഇങ്ങനെയാണ് കേട്ടോ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഫോഴ്സ് ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു മാറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ചാർജ്. ഓക്കെ, ചാർജ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ദാറ്റ് കോസ് ഇറ്റ് ടു എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഫോഴ്സ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു മാറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ത്, ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇനി ചാർജ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഒരു പ്രോപ്പർട്ടി ഓഫ് മാറ്ററാണ്. ഇനി ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും എന്നാണ് പഠിക്കേണ്ടത്. അതായത് ചാർജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ആദ്യം തന്നെ ചാർജ് ഈസ് അഡിറ്റീവ്, രണ്ടാമത് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്, മൂന്നാമത് ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കാം. ചാർജ് ഈസ് അഡിറ്റീവ്. അഡിറ്റീവ് പറഞ്ഞാൽ അഡിറ്റീവ് പറഞ്ഞാൽ എന്താ പറയുക, അഡീഷൻ അല്ലേ. അഡീഷൻ എന്നുകൊണ്ടൊക്കെയാണ് അഡിറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഉദ്ദേശിക്കുക അല്ലേ. യെസ്, ചാർജ് ഈസ് അഡിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് ആൾ ഇൻഡിവിജ്വൽ ചാർജസ്. ഓക്കെ, അതായത് ഒരു സിസ്റ്റം എടുത്തു, ഇതൊരു സിസ്റ്റമാണ്. അതിലുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ 3 ചാർജ് ഉണ്ട് വിചാരിച്ചു, ചാർജ് 1, ചാർജ് 2, ചാർജ് 3. ഇനി നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ആദ്യത്തെ ചാർജിൻ്റെയും രണ്ടാമത്തെ ചാർജിൻ്റെയും മൂന്നാമത്തെ ചാർജിൻ്റെയും എമൗണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് നമുക്കറിയാലോ. ഇപ്പോൾ 1 2 3 ഇതിലിപ്പോൾ 3 കൂളമുണ്ട്, ഇതിൽ 2 കൂളമുണ്ട്, ഇതിൽ 6 കൂളമുണ്ട് വിചാരിച്ചോ. നെറ്റ് ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് 3 + 2 + 6 ദാറ്റ് ഈസ് 3 + 2 5 + 6 ദാറ്റ് ഈസ് 11 കൂളം വന്ന് നമുക്ക് നെറ്റ് ചാർജ് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇവിടെ അഡിറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, നമ്മുടെ ഓണം എക്സാമിന് ഈ ഒരു ചോദ്യം എന്തായാലും ചോദിക്കും, അതാണ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചാർജ് ഈസ് ദ നെറ്റ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രോൺസ്. ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഓണം എക്സാം ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞു. ചാർജ് ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, Q is equal to NE.
ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ്റഗ്രൽ പറഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ അല്ല, നമ്മുടെ ഇൻ്റഗ്രൽ ഇൻറ്റിജർ n. ഓക്കെ, അതാണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കണം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് n എന്ന് പറഞ്ഞാൽ q ഇസ് ഈക്വൽ ടു ഇ. ഈ ഇലക്ട്രോണിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളാണ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ദാറ്റ് ഈസ് n ആണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ അഥവാ ഇൻറ്റിജർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം. ഓക്കെ, ഇനി ഈ q എന്ന് പറഞ്ഞാൽ ഇത് മാഞ്ഞു പോട്ടെ. ഈ q എന്ന് പറഞ്ഞാൽ ഈ q ഉണ്ടല്ലോ, q എന്ന് പറഞ്ഞാൽ അത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. q ഇസ് ഈക്വൽ ടു ne. ഇതിനെ നമ്മുടെ ശരിക്കും ഇതൊരു കൺസെപ്റ്റ് മാത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും വരുന്ന ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ പഠിക്കും. ഓക്കെ, അത്യാവശ്യമാണ് ഈ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ചാർജ് ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് q ഇസ് ഈക്വൽ ടു ne. ഇത് ഒന്നും കൂടി പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ചാർജ് ഈസ് കൺസേർവ്ഡ് എന്നാണ്. നെറ്റ് ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ആൾവേസ് കൺസേർവ്ഡ്. ഓക്കെ, നെറ്റ് ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ആൾവേസ് കൺസേർവ്ഡ്. കൺസേർവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്നല്ലേ. അതേപോലെ തന്നെ ചാർജ് ഒന്നും എന്തല്ല, നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് ഇതിൽ എഴുതാം. പക്ഷേ നമ്മളിവിടെ പറയുന്നത് നെറ്റ് ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ആൾവേസ് കൺസേർവ്ഡ്. ഓക്കെ, നെറ്റ് ചാർജ് ഓഫ് സിസ്റ്റം ഈസ് ആൾവേസ് കൺസേർവ്ഡ്. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 എന്ന് പറയുന്നു. ഓക്കെ, ഇതൊരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ കുളംസ് ലോ. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുളംസ് ലോ എന്താണെന്ന് നോക്കാം. The force between 2 point charges is directly proportional to the product of magnitude of charges and inversely proportional to the square of distance between them. എന്ത് നമുക്ക് മെല്ലെ നോക്കാം. ഓക്കെ, ഫോഴ്സ് ബിറ്റ്വീൻ 2 point ചാർജസ്. നമ്മൾ 2 പോയിൻ്റ് ചാർജസ് എടുത്തു. ഓക്കെ, ഇങ്ങനെ ഒരു വരച്ചു. ഇതിന് നമ്മൾ 6 കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി ഫോഴ്സ് ബിറ്റ്വീൻ 2 point ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ആദ്യത്തെ ചാർജിന് ഞാൻ Q1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ ചാർജിന് ഞാൻ Q2 എന്നും കൊടുത്തു. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന് 6 എന്നും കൊടുത്തു കേട്ടോ. ഇനി ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇവരുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രൊഡക്റ്റ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇതാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പേന കൊണ്ട് ഒന്നും കൂടി എഴുതാം. നോക്കോളൂ, ഇവിടെ Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, ഇവിടെ Q2 എന്ന് പറയുന്ന ഒരു ചാർജും ഉണ്ട്. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6. ഇനി ഇവർക്ക് തമ്മിൽ 2 ഫോഴ്സ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ 2 ചാർജസിൻ്റെയും മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ പ്രൊഡക്റ്റ്. 2 മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് പറഞ്ഞാൽ Q1 ഉം Q2, അതിന് രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് എന്ന് നമ്മൾ വിളിച്ചത്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഫോഴ്സാണ്. പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. 6ആണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. വെറും 6 നമുക്ക് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് R². ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതായത് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ദാറ്റ് ഈസ് R². ഇനി ഈ പ്രൊപ്പോർഷണലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വയ്ക്കും. ആ കോൺസ്റ്റൻ്റാണ് K. Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇനി K എന്താണ് നമ്മൾ പഠിക്കും കേട്ടോ ഈ ക്ലാസ്സിൽ തന്നെ. ഓക്കെ, റഫായിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിൽ കിടക്കാം. ഇനി അടുത്തത് നമ്മൾ ഈ കേസ് പറഞ്ഞ് നമ്മൾ എയറിൻ്റെ കേസിലാണ്.
ഓക്കെ, ഈ ഒരു കൂളംസ് ലോ പറഞ്ഞ കേസല്ല, വെരി സോറി, ഈ ഒരു കൂളംസ് ലോ പറഞ്ഞാൽ നമ്മൾ എയറിൻ്റെ കേസിലാണ്. ഇനി എയറിൻ്റെ കേസിലുള്ളതാണ് ഈ Q1 Q2 ഡിവൈഡ് ബൈ R². എയറിൽ രണ്ട് ചാർജസ് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, രണ്ട് ചാർജസ് വാക്യൂം അല്ലെങ്കിൽ എയറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാവും? യെസ്, നമുക്ക് അവിടെ ഈ ഒരു എഫ് ഫോഴ്സ് ഉണ്ടാവും. അതായത് എഫ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡ് ബൈ R². ഓക്കെ, ഇനി അടുത്തത് ഈ ഫോഴ്സുകൾ, അതായത് ഈ ഒരു ചാർജുകൾ നമ്മൾ ഒരു മീഡിയത്തിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചാൽ നമുക്ക് അവിടെ എങ്ങനത്തെ ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ രണ്ട് കേസുകൾ എടുക്കുക. ഇത് എയറിലുള്ള, ഇത് എയറിൽ രണ്ട് ചാർജസ് കൊണ്ടുവച്ച്, എയറിൽ രണ്ട് ചാർജസ് ഉണ്ട്, ഇത് എയറിൻ്റെ കേസ്. ഇനി അടുത്തത് വേറൊരു മീഡിയമാണ് കേട്ടോ, മീഡിയം, ഇതൊരു മീഡിയം, ഇതിൻ്റെ ഉള്ളിലും രണ്ട് ചാർജസ് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി ഇതിലുണ്ടാവുന്ന ഫോഴ്സ് നമ്മൾ എഫ് എയർ എന്ന് കൊടുത്തു, ഇത് നമ്മൾ എഫ് മീഡിയം എന്നും കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എഫ് മീഡിയം ഉണ്ടല്ലോ, ഈ എഫ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എഫ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു, ഈ നമുക്ക് എഫ് എയർ കിട്ടിയല്ലോ, അത് എയറിൽ വെച്ചപ്പോൾ രണ്ട് ചാർജ് എയറിൽ വെച്ചപ്പോൾ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടാവില്ലേ, ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫോഴ്സ് എന്തിനേയും കൊണ്ട് ഡിവൈഡ് ചെയ്തു? നമ്മുടെ കെയും കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, കെ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ ഈ മീഡിയത്തിലുള്ള ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് കെ. എവിടെ? മീഡിയത്തിൻ്റെ കേട്ടോ, മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് കെ. നമ്മൾ ആദ്യം ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, രണ്ട് ചാർജസ് ആദ്യം എയറിൽ കൊണ്ടുവച്ചു, അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു, ആ ഫോഴ്സിന് നമ്മൾ എഫ് എയർ എന്ന് പറഞ്ഞു. അതിന് ശേഷം നമ്മൾ മീഡിയത്തിൽ കൊണ്ട് രണ്ട് ചാർജസ് വയ്ക്കുന്നു, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന് നമ്മൾ എഫ് മീഡിയം എന്ന് പറയുന്നു. പിന്നെ അതിന് ശേഷം എന്താണ്? അത് നമുക്കറിയാം, അവിടെ ആ മീഡിയത്തിലൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ്, അത് കെ ആണ്. ഇനി മീഡിയത്തിൻ്റെ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു എയറിൻ്റെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെയൊരു ഇക്വേഷൻ കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക? ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക? മീഡിയത്തിൻ്റെ ഫോഴ്സ്. ഓക്കെ, മീഡിയത്തിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എയറിൻ്റെ ഫോഴ്സും കൂടി എന്താണ്? അത്യാവശ്യമാണ്. ഓക്കെ, ഇതവിടെ തൽക്കാലം ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഫോഴ്സ് മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ, കെ എന്താണ് പറഞ്ഞു? നമ്മൾ നമ്മുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0. ഓക്കെ, കെ ഈസ് ഈക്വൽ ടു 1/4πε0. ഈ 1/4πε0ൻ്റെ വാല്യൂ 9 × 10⁹ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. റെഡി? ഓക്കെ, ഇനി അടുത്താണ് ε0. ഇത് ε0 ആണ് കേട്ടോ, ε0. ഓക്കെ, ε0. ഈ ε0 എന്ന് പറഞ്ഞാൽ 8.85 × 10⁻² ആണ്. അതിൻ്റെ വാല്യൂ ആണത്. ഇനി ഇറ്റ് ഈസ് കാൾഡ് ദ പെർമിറ്റിവിറ്റി ഓഫ് എയർ അല്ലെങ്കിൽ വാക്യൂം. നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് കെ ആണ് പറഞ്ഞു. അതേപോലെ നമുക്ക് നോക്കി വെക്കേണ്ട ഒരാളാണ് ε0. ഓക്കെ, ε0 ഞാനിവിടെ ε0 എന്ന് തന്നെ വെച്ചു കേട്ടോ. ഓക്കെ, ε0 നമുക്ക് അറിഞ്ഞു വെക്കേണ്ട വാല്യൂ ആണ്. അതാണ് 8.85 × 10⁻². ഇനി ഇതിനെയാണ് നമ്മൾ എയറിൻ്റെ അഥവാ വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് കെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഈ കെ വേറെ, ഈ കെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അത് പോട്ടെ. ഈ വേറൊരു കെ, അതിനെ നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നും വിളിക്കും. ഓക്കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് തന്നെയാണ് കെ. നമുക്ക് 1/4πε0 എന്ന് അറിയാം, നമ്മൾ പഠിച്ചു.
അത് നമുക്കറിയാം. പക്ഷേ വേറെ പ്രോബ്ലംസിലൊക്കെ നമുക്ക് കെ കണ്ടുപിടിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് പെർമിറ്റിവിറ്റി രണ്ടെണ്ണത്തിന് തരും. ഓക്കെ, അതായത് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയും പിന്നെ അതേപോലെ തന്നെ വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റിയും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കെ എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റി, ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മുടെ കെ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ എപ്സിലോൺ എം ഈസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആൻഡ് എപ്സിലോൺ 0 ഈസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. സോ വി ക്യാൻ ഫൈൻഡ് കെ. That is known as relative permittivity. Okay. ഇനി വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ. നമ്മൾ കൂളംസ് ലോ പഠിച്ചു. അതിലൊരു വെക്റ്റർ ഫോമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ രണ്ടെണ്ണം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സാണ് നമ്മളെ കൂളംസ് ലോ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? യെസ്. ഇനി ഈ ഫോഴ്സ് വെക്റ്റർ ഫോമിലും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഒരു ചാർജ് കാരണം മറ്റൊരു ചാർജിന് ഫോഴ്സ്, ഇനി മറ്റൊരു ചാർജ് കാരണം അപ്പുറത്തെ ചാർജിന് ഫോഴ്സ്, അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 എന്ന് പറഞ്ഞാൽ F21. ഓക്കെ, F21 ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. 1 കാരണം 2-ലുണ്ടായ ഫോഴ്സ്, അതിനെ നമ്മൾ F21 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത തരണം ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, F21. 2 കാരണം 1-നുണ്ടായ ഫോഴ്സ്, അത് F21. ഇങ്ങനെ രണ്ട് ഫോഴ്സാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ഈ ഒരു വെക്റ്റർ ഫോമിൽ നമുക്കിവിടെ വേണ്ടത്. F21 ഇവിടെ 12 ആണ് കേട്ടോ. എക്സ്ട്രീംലി സോറി, F12 ആണ് ഇവിടെ വരിക. ഓക്കെ, F21 F12 കേട്ടോ. F21 ആൻഡ് F12 ഈ രണ്ട് ഫോഴ്സുകൾ നമുക്ക് വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു സംഭവം എടുത്തു. ഇത് രണ്ട് ചാർജസ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ കൂളംസ് ലോയിൽ രണ്ട് ചാർജസിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഇവിടെ Q1 Q2 എന്ന്. ഇനി ഇവിടെ നിന്ന് രണ്ട് വെക്റ്ററുകൾ വരികയാണ്. ഓക്കെ, വെക്റ്റർ R1 ലെഫ്റ്റ് സൈഡത്തെ, വെക്റ്റർ R2 റൈറ്റ് സൈഡിൽ. ഓക്കെ, ഇനി ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 എന്ന് പറഞ്ഞാൽ F21 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് ഡിവൈഡഡ് ബൈ നമ്മളെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇനി Q1 Q2 ഹൈലൈറ്റർ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫോഴ്സ് കൂളംസിലോ വെച്ചിട്ട് കണ്ടുപിടിച്ചു. അതാണ് F21 എന്ന് പറഞ്ഞാൽ Q1 Q2 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മുടെ ട്വിസ്റ്റ് എന്താ വരുന്നത് വെച്ചാൽ സാധാ R അല്ല, ഇവിടെ R21 ആണ്. F21 R21 അതാണ് നമുക്ക് താഴെ ഡിനോമിനേറ്ററിൽ ഡിസ്റ്റൻസിന് വരിക. ഓക്കെ, ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 കാരണം 2-നുണ്ടായത്, അതായത് F21ൻ്റെ കേസിൽ R21 ആണ് എന്ത് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്കിവിടെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്തും വരുന്നുണ്ട്, ഒരു ക്യാപ്പ്, അതായത് ഒരു യൂണിറ്റ് വെക്ടറും ഇവിടെ നമുക്ക് R21 എന്നൊരു യൂണിറ്റ് വെക്ടറും കാണാൻ സാധിക്കും സ്ക്വയറിന് പകരം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F21ൻ്റെ കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ Q1 Q2 ഡിവൈഡഡ് ബൈ R21 ഇങ്ങനെ നമ്മൾ വെച്ചു. ഇനി ഒരു യൂണിറ്റ് വെക്ടറും കൂടി R21ൻ്റെ ക്യാപ്പ്. ഇത് F21ൻ്റെ കേസ്. ഇതേപോലെ നമുക്ക് എന്ത് എഴുതണം? F12ൻ്റെ കേസ്. F12 പറഞ്ഞാൽ 2 കാരണം 1-നുണ്ടാവുന്ന ഫോഴ്സ്, അതായത് F21 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, F21 എന്ന് പറഞ്ഞാൽ 1 കാരണം 2-നുണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, F21 എന്ന് പറഞ്ഞാൽ 1 കാരണം 2-നുണ്ടാവുന്ന ഫോഴ്സ്, അത് ഇങ്ങനെയായിരിക്കും. F12 എന്ന് പറഞ്ഞാൽ 2 കാരണം 1-നുണ്ടാവുന്ന ഫോഴ്സ്, അത് ഇങ്ങനെയായിരിക്കും. ഇത് F21, ഇത് F12. ഓക്കെ, അപ്പോൾ F12 നമുക്ക് എങ്ങനെ എഴുതാം? Q1 Q2 ഡിവൈഡഡ് ബൈ R12 ഇൻറ്റു R12ൻ്റെ ക്യാപ്പ്. ജസ്റ്റ് റഫായിട്ട് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ. അടുത്ത ടോപ്പിക്കിലേക്ക് വേഗം കിടക്കാം. അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പോയിൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E ആണ്.
അതെന്താണ് നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പോയിൻറ്റ്, അല്ലെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ ചാർജ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പോയിൻറ്റ്. ഒരു പോയിൻറ്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു 1 കൂളമിൻ്റെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചോ, 1 കൂളമിൻ്റെ യൂണിറ്റാണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. അത് എത്രത്തോളം എന്താണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ആ കണ്ടുപിടിച്ച ആ ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൂടെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് ചാർജ് എന്ന്. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു F/Q. SI യൂണിറ്റ് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ കൂളം. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, കൂളമ്പ് ആരുടെ SI യൂണിറ്റ്? ചാർജിൻ്റെ. അപ്പോൾ ന്യൂട്ടൺ പെർ കൂളം എന്ന് നമുക്ക് SI യൂണിറ്റ് കിട്ടും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ മറക്കരുത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വേഗം തന്നെ കിടക്കാം. ഇനി ഇതൊരു ഡെറിവേഷൻ പോലെയാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് കേട്ടോ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. ഒരു പോയിൻ്റ് ചാർജ് എടുത്തു. ഓക്കെ, ഒരു പോയിൻ്റ് ചാർജ് എടുത്തു. നമുക്ക് ഈ ഫിഗർ വെച്ചിട്ട് നോക്കാം. ഇത് Q0 കേട്ടോ. Q0 പറഞ്ഞാൽ ടെസ്റ്റ് ചാർജാണ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q1 Q2 ബൈ R² ആണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് R എന്നായിട്ട് എടുക്കാം. ഇവിടെ Q, ഇവിടെ Q0. ടെസ്റ്റ് ചാർജ് Q0, Q എന്ന് പറഞ്ഞാൽ സാധാ ചാർജ്. അപ്പോൾ Q0 ഡിവൈഡഡ് ബൈ R². ഇത് നമുക്ക് ഫോഴ്സ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ F/Q ആണ്, നമ്മൾ പഠിച്ചു. ഇവിടെ Qൻ്റെ സ്ഥാനത്ത് നമുക്ക് F/Q0 എന്ന് ഇടാമല്ലോ, തീർച്ചയായും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡും കിട്ടും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. Q0 ഡിവൈഡഡ് ബൈ R² ഡിവൈഡഡ് ബൈ Q0. Q0 ക്യാൻസലായി. അപ്പോൾ E എന്ന് പറഞ്ഞാൽ നമുക്ക് KQ ഡിവൈഡഡ് ബൈ R² എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. അത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഡെറിവേഷനൊന്നും പഠിക്കാനില്ല, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒന്ന് നോക്കി വെച്ചിട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, യെസ്, ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇനി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജ് എടുത്തു. ഇലക്ട്രിക് ഫീൽഡ് അതിന് എവേയാണ് പോവുക, അതിന്ന് എവേയാണ് പോവുക. ഇതൊരു കൺസെപ്റ്റ്. അടുത്ത നെഗറ്റീവ് ചാർജ് എടുത്തു, അതിന്ന് ഇലക്ട്രിക് ഫീൽഡ് അതിലേക്കാണ് വരിക. അതായത് ഫ്രം എ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഗോസ് എവേ, ട്രാവൽസ് എവേ ടു എ നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് കംസ് ടു ദ ചാർജ്. നെഗറ്റീവിൻ്റെ കേസ് എടുത്താൽ വരികയാണ് ചെയ്യുക, പോസിറ്റീവിൻ്റെ കേസ് എടുത്താൽ പോവുകയാണ് ചെയ്യുക. ഇതെന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ലൈൻസ് വിച്ച് റെപ്രസെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇത് വേഗം നമ്മൾ പറഞ്ഞു പോവാണ്, കാരണം ഈ സംഭവങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്ക് അത്ര ഇതിൽ സമയം കളയാനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഈ ഒരു ക്ലാസ്സുകൾ വേഗം തന്നെ എടുത്തു പോവാം. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മുടെ ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്നതാണ്. ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ്. അപ്പോൾ നോക്കാം കേട്ടോ. ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ടു നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് പോകുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ടു ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. ഇഫ് ദേ ഡിഡ്, the field lines a point of intersection will not have a unique direction, which is absurd. അതായത് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എടുത്തു. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും അവർ തമ്മിൽ ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഡയറക്ഷൻ കാണും. അത് ഒരിക്കലും എന്തല്ല, പോസിബിൾ അല്ല.
അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇവർ ക്രോസ് ചെയ്യില്ല. ടാൻജൻ അറ്റ് എ ലൈൻ ടാൻജൻ അറ്റ് എ ലൈൻ അറ്റ് എനി പോയിന്റ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുത്തു, ഓക്കെ, അതിലൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ് നമ്മൾ. ഒരു പോയിന്റിൽ നമ്മൾ ഇതൊരു പോയിൻ്റാണ് വെച്ചോ, ടാൻജൻറ്റ് വരച്ചു, അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കിട്ടും. ഓക്കെ, ആ ടാൻജൻ്റാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി ടേക്കൺ ടു ബി കണ്ടിന്യൂസ് കർവ് വിത്തൗട്ട് എനി ബ്രേക്സ്. ഒരു ചാർജ് ഫ്രീ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആയിട്ടാണ് പോവുക. ഇപ്പോൾ ഒരു ചാർജ് ഉണ്ടെന്ന് ഇവിടെ വിചാരിച്ചോ, ഇതൊരു ചാർജാണ്, അതിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പോവുക. ഒരു ചാർജ് ഇല്ലെങ്കിൽ അത് നേരെ തന്നെ പോവില്ലേ, അല്ലേ? കറക്റ്റ്, യെസ്. അപ്പോൾ ഒരു ചാർജ് ഫ്രീ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു തരത്തിലുള്ള കർവും ഒരു ബ്രേക്സും ഇല്ലാതെ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ് ലൂപ്പ്. ദിസ് ഫോളോസ് ദ കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫോം ചെയ്യില്ല. ഒരു ക്ലോസ് ലൂപ്പ് ഒരിക്കലും ഫോം ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഒരു ക്ലോസ് ലൂപ്പ് ഒരിക്കലും ഫോം ചെയ്യില്ല. കാരണം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ചെറിയൊരു കർവ് വരെ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഒരു ക്ലോസ് ലൂപ്പായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കാണില്ല. ഇത് കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് സൂചിപ്പിക്കണം. ഓക്കെ, ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അടുത്ത വേഗം തന്നെ നമുക്ക് ഡൈപോൾ മൊമെൻറ്റിലേക്ക് കിടക്കാം. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നോക്കാം. എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ഇതേപോലെ തന്നെ പെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജസ്, -q + q. ഇവിടെ +q ഉണ്ടെങ്കിൽ അവിടെ -q, അവിടെ -q ഉണ്ടെങ്കിൽ +q. ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ 2a എന്ന് വിളിച്ചു. ഓക്കെ, ഒരു സ്മാൾ ഡിസ്റ്റൻസിനെ നമ്മൾ 2a എന്ന് പേര് വിളിച്ചു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും വല്ല തെറ്റുകളുണ്ടെങ്കിൽ സോറി. ഇപ്പോൾ വേഗം തന്നെ എടുത്തു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് എടുക്കാനുള്ള ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഐ എം എക്സ്ട്രീംലി സോറി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ എന്താണ് മെല്ലെ എടുക്കണമെങ്കിൽ നമുക്ക് സുഖമായി തന്നെ മെല്ലെ എടുത്ത് പോവാം. ഷോണം എക്സാം എടുത്തായതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ചാപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വേഗം തന്നെ പോകണം. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ വേഗം പോകണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ, എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഇങ്ങനെ, ഇത്രേ ഉള്ളൂ. ഇനി ഡൈപോൾ മൊമെൻറ്റ് എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ P ആണ്. P = 2aq. ഇനി എന്താണെന്ന് ഇനി നോക്കാം. ഡൈപോൾ മൊമെൻറ്റ് ഈസ് നോൺ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ്. നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു സ്മാൾ ഡിസ്റ്റൻസിലാണ് രണ്ട് ചാർജസിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലസും പോസിറ്റീവും മൈനസും ഒന്നും നോക്കണ്ട, നമുക്ക് വെറുതെ അത് അതിൻ്റെ ക്യൂ എന്ന് എഴുതി വെച്ചാൽ മതി. +q -q ഒന്നും നോക്കണ്ട. ഈ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്മാൾ ഡിസ്റ്റൻസിൻ്റെയും ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ P = ഈ സ്മാൾ ഡിസ്റ്റൻസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജിൻ്റെയും പ്രൊഡക്റ്റാണ്. ദാറ്റ് ഈസ് P = 2aq. ഇത്രേ ഉള്ളൂ. ഇനി ഒരു നമ്മൾ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ 2a ഉണ്ട്, 2a അത് എയും എയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വേഗം തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ പഠിക്കാനുള്ളത്. ഇത് ഏകദേശം ചെറിയൊരു വീഡിയോ ആണ് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്തൊരു വീഡിയോയിൽ വേഗം തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു കേട്ടോ. ഓണം എക്സാമിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഇനി വരുന്നതായിരിക്കും. ഓണം എക്സാം സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ എപ്പോഴും ആണല്ലേ ഓണം എക്സാം മിക്കവാറും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേഗം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും താങ്ക് യു.